ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ രാവിലെ കഴിക്കാനുണ്ടാക്കിയത് ദോശയും സാമ്പാറും പിന്നെ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ദേ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. നമുക്ക് വീട്ടുജോലികളല്ലേ ഉള്ളല്ലേ. വീട്ടമ്മമാർക്ക് പിന്നെ വീട്ടു ജോലിയല്ലാതെ പിന്നെ എന്താ ഉള്ളത്? രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഉച്ചയാകുമ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കണം, ഇങ്ങനെ പോകും അല്ലേ. പിന്നെ നമ്മൾ മാറ്റി മാറ്റി ഓരോ ദിവസം ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മടി തോന്നത്തില്ല, ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയതാണല്ലോ നാളെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെയുള്ളത്. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് കറികളുടെ പരിപാടികളൊക്കെയാണ്. ഇന്നിപ്പം മീനൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പച്ചക്കറികളാണ് ഇന്നുള്ള കറികളെന്ന് വെച്ചിരുന്നത്. തൈരുണ്ടായിരുന്നു. അപ്പോൾ തൈര് എടുത്തിട്ട് ഞങ്ങൾ തൈര് ഉടച്ചെടുത്തത്, മോര് കാച്ചിയില്ല, തൈര് ഉടച്ചെടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് കറിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് കറിയാണ് അടുപ്പിരിക്കുന്നത്. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. ഞങ്ങളേ ഉള്ളൂ. അപ്പോൾ മോൻ ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിൽ പോയിരിക്കുകയാണെന്നു. അതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വന്നത് അയിലയാണ്. അയില വേണ്ടായിരുന്നു. അയില വേണ്ടാത്തതുകൊണ്ട് പിന്നെ മീൻകാരൻ വന്നപ്പോൾ പറഞ്ഞു വിട്ട്, വേണ്ട വയ്ക്കോളാൻ പറഞ്ഞ്. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മീൻകാരനെ പറഞ്ഞു വിട്ടേക്കും. കാര്യം അയിലയും മത്തിയും കൊണ്ടുവരുന്നതുകൊണ്ട് അത് വേണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് വേണ്ട. അപ്പോൾ ദേ നമ്മൾ ആ കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് നമുക്കിവിടെ അടുത്ത് മീൻകട ഉണ്ട്. അപ്പോൾ അവിടെ വല്ല ചെമ്മീൻ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് ചെമ്മീൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ചോറെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ചോറും കറികളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണേ. അപ്പോൾ മോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് സ്റ്റഡി ലീവാണ്. എക്സാം ഇനി ജനുവരിയിലേ ഉള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഇവിടെ പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതേ 3 പേരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കിഴങ്ങ് കറി ഉണ്ടാക്കിയത് അനുവായിരുന്നേ. അപ്പോൾ അനു എന്നോട് ചോദിക്കണ കറി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് ഞാൻ പറയുകയും ചെയ്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകിയത് ഉണങ്ങി കിടക്കിയിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നാണ്. അപ്പോൾ രാവിലെ കഴുകിയിട്ടിരുന്നതായിരുന്നു. അപ്പോൾ നല്ല വെയിലല്ലേ ഇപ്പം, തുണി കഴുകിയിട്ട പെട്ടെന്നാണ് നമുക്ക് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ ഉണങ്ങാത്തതാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടെ അവിടെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഉണങ്ങാതിരിക്കുമ്പോഴത്തേക്ക് ചില പാൻറ്റുകളൊക്കെ ആണെങ്കിൽ അകത്ത് ഈ പോക്കറ്റുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ തണുപ്പടിച്ചിട്ട് അകത്ത് ഉണങ്ങത്തില്ല. അപ്പോൾ അത് നമ്മൾ മറിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഉണങ്ങാതിരിക്കും. അപ്പം ഞാൻ ആ സിഗരറ്റ് പാൻറ്റ് ഒരെണ്ണം നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇട്ട്. പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മടക്കി എടുത്തിട്ട് ഇനി അത് അകത്ത് കൊണ്ടുപോയി ബെഡേ കൊണ്ടുവച്ചിട്ട് മടക്കിയൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴാണ് തെക്കേ വീട്ടിലെ പിന്നെ കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിനെ കൊണ്ട് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ കണിച്ചുളങ്ങര സ്കൂളിലല്ല അമ്പലത്തിൽ വെച്ചിട്ട് വൈകിട്ട് ഒരു വട്ടക്കളിയുണ്ട്. അപ്പോൾ വട്ടക്കളിക്ക് ഇടേണ്ട രീതിയിൽ എങ്ങനെയാണ് മൈലാഞ്ചി ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ മതി, വേറെ ഡിസൈൻ ഒന്നും ഇടേണ്ടെന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ കുട്ടിയെ അപ്പുറത്തെ വീട്ടിലേക്ക് മോള് ആക്കാൻ വേണ്ടിയിട്ട് പോയിണേ. നേരെ തെക്കേ വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിടെ കരികിലേക്ക് ഒത്തിരി കിടക്കണം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. എത്ര അടിച്ചു വാരിയാലും പിന്നെയും അതിങ്ങനെ പറന്ന് വീണുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളെപ്പോഴിങ്ങനെ ചൂലുമായിട്ട് നടന്നോളണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ക്യാമറ വയ്ക്കാനായിട്ട് സ്റ്റാൻഡ് ഇങ്ങോട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കെന്നാ ഒരു സിനിമ കാണാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ട് ഉള്ള സിനിമയാണ്. ശ്രീനിവാസൻ നായകന്, ശ്രീനിവാസൻ മാത്രമല്ല ജഗദീഷും മണിയമ്പിള്ള രാജുവും പിന്നെ ആരാണ് സിദ്ദിഖൊക്കെയുള്ള പാവം രാജകുമാരൻ സിനിമ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ഞങ്ങൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാപ്ടോപ്പിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി.
അപ്പോൾ ചക്ക വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചക്കവറയും വടക്കേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് കഴിച്ചുകൊണ്ട് സിനിമ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണേ. ഈ സിനിമയിൽ ഈ ഇപ്പോൾ കാണുന്ന ഈ സീനറിയിൽ സോങ് വരുന്നതാണ്. നല്ല രസമാണ് ആ സോങ് കേൾക്കാനായിട്ട്. പക്ഷെ കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കേൾപ്പിക്കാതിരുന്നത്. അത് സിനിമ കണ്ടു കഴിഞ്ഞാണ് പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സിറ്റൗട്ട് വന്നിരുന്നിട്ട് പിന്നെ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് രണ്ടുപേരും കൂടെ പറഞ്ഞത് ഞങ്ങളന്നേ പോയിട്ട് ചെമ്മീൻ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് നാളെ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാം. എല്ലാ ദിവസവും ചോറ് കഴിച്ച് മടുപ്പായി. അപ്പോൾ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ടുള്ള ആലോചനയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, രണ്ടുപേരും കൂടെ സൈക്കിളിൽ പോയിട്ട് വാന്നും പറഞ്ഞിട്ട് കാശൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരെയും കൂടെ പറഞ്ഞയക്കണേ. അപ്പോൾ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ മാത്രം പോരല്ലോ. അപ്പോൾ തൊട്ടടുത്ത കടയിൽ നിന്ന് കുറച്ച് അതിന് വേണ്ടുന്ന സാധനങ്ങളും കൂടെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ അതേ ഇറങ്ങിയണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെ ഇരുന്ന് കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ.